തൻ്റെ ലൈഫ് ടൈമിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു ഗസ്റ്റായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് നമ്മുടെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് റിപ്പബ്ലിക് ദിന പരേഡിനെ കുറിച്ച് അവരുടെ സ്വന്തം ട്വിറ്ററിൽ അഥവാ x.com-ൽ പങ്കുവച്ചിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകർ കാണുന്നത്. അതായത് നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് എത്രമാത്രം ഗംഭീരമായിരുന്നു എന്നത് ആ വാക്കുകളിലുണ്ട്. അതിനപ്പുറം നമ്മൾ ഇനി അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ വളരെ പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ കാണാൻ കഴിഞ്ഞു. അതിൽ ഒന്നെന്ന് പറയുന്നത് സാധാരണ പൊതുവെ റിപ്പബ്ലിക് ദിന പരേഡുകളിൽ കാണാത്ത ഹിം യോദ്ധാസ്. ഈ ഹിം യോദ്ധാസ് എന്ന് പറയുന്നത് ഹിമാലയൻ റീജിയണിൽ അല്ലെങ്കിൽ ഹിമാലയൻ മേഖലയിലുള്ള നമ്മുടെ സൈനികരെ കുറിച്ചാണ്. അവരെയാണ് ഹിം യോദ്ധാസ് എന്ന് പൊതുവെ വിളിക്കാറ്. ബാക്ട്രിയൻ ഒട്ടകങ്ങൾ, അതുപോലെ സാൻസ്കാർ പോണികൾ, അതുപോലെ തന്നെ ഒരു വിശേഷപ്പെട്ട പക്ഷി കൂടിയുണ്ട്. അതായത് ഇത് ബ്ലാക്ക് കൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു തരം പ്രാപ്പിഡിയൻ പരുന്തെന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. സോ അത്തരത്തിലുള്ള പരുന്തുകൾ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മൾ ഇന്ന് കണ്ടതാണ്. അതുപോലെ തന്നെ ഗ്ലേസിയർ ATVകൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇനം നായ്ക്കൾ എന്നിങ്ങനെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം നമ്മുടെ ഹിമാലയൻ റീജിയണിലെ യോദ്ധാക്കളുടെ ഒപ്പം നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ഹിമാലയൻ റീജിയൺ വിശേഷിച്ച് നമുക്കറിയാവുന്ന പോലെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈനാണ്. അതുപോലെ തന്നെ സിയാച്ചിൻ മേഖലയിലൊക്കെ ഉള്ള നമ്മുടെ സൈനികർ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റുമൊക്കെ ആയിട്ടുള്ള ഹിമാലയൻ ഭാഗങ്ങളിൽ വരുന്ന നമ്മുടെ സൈനികർക്കൊപ്പമുള്ള ചില മൃഗങ്ങളെ, ആനിമൽസിനെയാണ് നമ്മൾ ഇന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ കണ്ടത്. ഹിം യോദ്ധാക്കളുടെ കൂടെ പക്ഷികളും മൃഗങ്ങളും പടച്ചട്ടയണിഞ്ഞ നായകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പൊതുവെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡുകളിൽ കാണാത്ത ഹിം യോദ്ധാക്കളെ ഇന്ന് കണ്ടപ്പോൾ വേറെ ലെവലാണ്. ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ കാക്കുന്നത് എന്നത് നമ്മൾ ഓരോ നിമിഷവും ഓർക്കണം. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെറൈനിൽ നിന്നുകൊണ്ടാണ് അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത്, സംരക്ഷണ കവചം ഒരുക്കുന്നത്. അതിനകത്ത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ആനിമൽസിനെ കൂടി നമ്മുടെ സൈന്യം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് നോക്കൂ. ആ നടന്നു വരുന്നത് തന്നെ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ആഢ്യത്വമാണല്ലേ, എന്തൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പരേഡായിരുന്നു നമ്മുടെ ഹിം യോദ്ധാക്കളുടേത്. ശരിക്കും ഇവരൊക്കെയാണ് റിയൽ ലൈഫ് സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹൈപ്പർസോണിക് മിസൈലിന്റെ പ്രദർശനം. അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു ഹൈപ്പർസോണിക് മിസൈല് എനിക്ക് തോന്നുന്നു നമ്മുടെ പരേഡുകളിൽ പ്രദർശിപ്പിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിനു മുന്നേ പ്രദർശിപ്പിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ഇതോടുകൂടി ഔദ്യോഗികമായിട്ട് തന്നെ നമ്മൾ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെന്ന് ലോകത്തിന് മുന്നിൽ സമ്മതിച്ചിരിക്കുകയാണ്. നമ്മളതെടുത്ത് കാണിച്ചിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ആന്റി ഷിപ്പിംഗ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. ഇതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് നിലവിലെ ടെക്നോളജി കൊണ്ട് സാധ്യമല്ല കേട്ടോ. ലോകത്ത് ഒരു രാജ്യത്തിനും ഇത്തരം ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിലില്ല. ഇന്ത്യയുടെ കൈവശമുണ്ടോ എന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. ഹൈപ്പർസോണിക് കാലഘട്ടമായതുകൊണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാൻ കഴിയുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. പക്ഷെ അതത്ര ഈസി അല്ല. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈലുകളാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ എന്ന് പറയുന്നത്. അതിൽ ലോങ് റേഞ്ച് ആന്റി ഷിപ്പിംഗ് മിസൈലുകളാണ് ഇന്ത്യ ഇന്ന് പ്രദർശിപ്പിച്ചത്. ഈ ഒരു മിസൈൽ പ്രദർശനത്തിലൂടെ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള നമ്മുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ ടെക്നോളജി രംഗത്ത്, വിശേഷിച്ച് ഡിഫൻസ് ടെക്നോളജി രംഗത്തെ നമ്മുടെ പുരോഗതി നമുക്ക് അഭിമാനത്തോടെ കാണിക്കാൻ കഴിഞ്ഞു എന്നതും വളരെ പ്രധാനമാണ്. ഇപ്പൊ ചൈനയുടെ കൈവശം DF-17 എന്ന് പറയുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട്. അതിന് ഏകദേശം 1800 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും കൈവശം ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട്. അമേരിക്കയുടെയും കയ്യിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തിന്റെ കൈവശം ഹൈപ്പർസോണിക് മിസൈൽ ഉള്ളതായി നമുക്കറിയില്ല. ഫ്രാൻസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, നിർമ്മിച്ചതായിട്ട് നമുക്കറിയില്ല. ഇന്ത്യയുടെ കൈവശം ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ട് എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിന് പുറമെയാണ് നമ്മുടെ ഡ്രോണുകള്, ആകാശ് മിസൈൽ സിസ്റ്റം, ബ്രഹ്മോസ്, അങ്ങനെ നിരവധി ആയുധങ്ങൾ ഇന്ന് ഇന്ത്യ പ്രദർശിപ്പിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെ ഒരു സൈനിക ശക്തി പ്രകടനം തന്നെയായിരുന്നു ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ദിനത്തിൽ കണ്ടത്. ഇതിനിടയിൽ നമ്മുടെ ഷീ ജിൻപിങ് ഇന്ത്യക്ക് റിപ്പബ്ലിക് ദിനത്തിൽ ആശംസ അറിയിച്ചുകൊണ്ട് എത്തിയത് തികച്ചും വേറിട്ടൊരു കാഴ്ചയായിരുന്നു. സാധാരണ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇന്ത്യ ചൈന റിലേഷനിൽ വലിയ അകൽച്ചയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ഷി ജിൻപിങ് നേരിട്ട് ഇന്ത്യക്ക് അഭിനന്ദനവും ആശംസകളും ഒക്കെ അറിയിച്ചെത്തിയിരിക്കുകയാണ്.
അതുപോലെ തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് മാർക്കോ റൂബിയോ ആണെന്ന് തോന്നുന്നു പ്രതികരണം നടത്തിയത്. ട്രംപ് പ്രതികരിച്ചു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന പ്രതികരണം ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യയുമായിട്ടുള്ള ക്വാഡിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്, ക്വാഡ് സഹകരണം, അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള പാർട്ണർഷിപ്പിനെയൊക്കെ പുകഴ്ത്തി കാണിച്ചുകൊണ്ട് എനർജി, സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, ഇൻഡോ പസഫിക് എന്നൊക്കെ പറഞ്ഞിട്ടുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു അഭിനന്ദനവും ആശംസയും ഒക്കെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്നത്. ഇതിനിടയിൽ അമേരിക്കയിലെ ചില ഗവർണർമാർ ഒഫീഷ്യലായിട്ട് ഇന്ത്യക്ക് ആശംസ അറിയിച്ചു വന്നത് പതിവില്ലാത്തൊരു കാഴ്ചയാണ്. അത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിരവധി ഗവർണർമാരുടെ പ്രതികരണം US-ൽ നിന്ന് വന്നിട്ടുണ്ട്. റഷ്യ, ഇസ്രായേൽ, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ നമ്മുടെ സുഹൃത്ത് വലയങ്ങളിലുള്ള രാജ്യങ്ങളിൽ നിന്നും നമുക്ക് അഭിനന്ദനങ്ങൾ, ആശംസകളൊക്കെ എത്തിയിട്ടുണ്ട്. സോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ഇന്ന് ലോകം ഉറ്റുനോക്കുന്ന ഒന്ന് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം യൂറോപ്യൻ യൂണിയനിലെ നേതാക്കളുടെ ഇന്ത്യയിലേക്കുള്ള വരവ് തന്നെയാണ്. എല്ലാ ഡീലുകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയും EU തമ്മിൽ മിക്കവാറും നാളെ ആയിരിക്കും ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്. ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പലരും ഇത് ജസ്റ്റ് ഒരു ട്രേഡ് എഗ്രിമെന്റ് അല്ലേ എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുന്നുണ്ട്. അങ്ങനെയല്ല, ഇത് ഇന്ത്യക്കും ഗുണമാണ്, യൂറോപ്പിനും ഗുണമാണ്. അതുപോലെ തന്നെ മത്സരം ഇന്ത്യൻ വിപണിയിലും ഇതിന് ശേഷം ഉണ്ടാകാൻ ഇത് കാരണമാകും. നേരത്തെ യൂറോപ്പിൽ നിന്നുള്ള വാഹനങ്ങളുടെ ഇറക്കുമതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അസാധ്യമാണ്. 110% ഇന്ത്യ താരിഫ് ചുമത്തിയിരുന്നത്. നമ്മൾ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ കുറ്റം പറയുമ്പോൾ ഞാൻ മുൻപും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, താരിഫിന്റെ കാര്യത്തിൽ നമുക്ക് ഏകപക്ഷീയമായിട്ട് US-നെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ മോശമാക്കിയതിനാണ് ട്രംപിനെ നമ്മൾ കുറ്റം പറയുന്നത്. ഇപ്പൊ ഇന്ത്യ ഒരു വികസ്വര രാജ്യമായതുകൊണ്ട് ഇന്ത്യ വലിയ താരിഫാണ് വികസിത രാജ്യങ്ങളുടെ പ്രോഡക്റ്റുകളുടെ മേൽ ചുമത്താറുള്ളത്. അമേരിക്ക ഇന്ന് അത് സമ്മതിക്കുന്നില്ല. പക്ഷേ യൂറോപ്യൻ യൂണിയൻ പറയുന്നുണ്ട് യൂറോപ്പ് ഡെവലപ്ഡ് ആണ്, ഇന്ത്യ ഡെവലപ്പിംഗുമാണ്. സോ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഡീലിന് അവർ തയ്യാറാണെന്നാണ് യൂറോപ്യൻ യൂണിയൻ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് പെട്ടെന്ന് അവർക്ക് കണക്ട് ആവാൻ പറ്റിയത്. അപ്പോൾ 110% താരിഫ് നമ്മൾ യൂറോപ്പിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെ ചുമത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു ട്രേഡ് ഡീൽ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് 40% ആയിട്ട് കുറയും. എന്ന് വെച്ചാൽ ആ 40% ആയിട്ട് അത് കുറയുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ വാഹന നിർമ്മാതാക്കൾക്ക്, കമ്പനികൾക്ക് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി കുറച്ചും കൂടെ ബെറ്റർ ആണ്. നമ്മൾ 0 ആക്കി കൊടുത്തിട്ടില്ല, 10% അല്ല, 40% സ്റ്റിൽ നമ്മൾ ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാകുമ്പോഴും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ മേലെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്. ബട്ട് എന്നാലും 110 ഉണ്ടായിരുന്നത് 40 ആയിട്ട് മാറുമ്പോൾ യൂറോപ്യൻ കമ്പനികൾക്ക് ഭേദപ്പെട്ടൊരു മത്സരം ഇന്ത്യൻ വിപണിയിൽ കാഴ്ചവെക്കാൻ പറ്റും. ഇത് ഇന്ത്യൻ വിപണിക്കും ഗുണമാണ്. കാരണം ഓൾറെഡി ഇന്ത്യയിൽ ഇന്ന് മേജർ പ്ലേയേഴ്സ് ഉണ്ട്. ടാറ്റയും മഹീന്ദ്രയും ഉൾപ്പെടെയുള്ള മേജർ പ്ലേയേഴ്സ് ഇന്ന് ഇന്ത്യൻ വിപണിയിലുണ്ട്. സോ അവരും ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ പ്രൈസ്, അതുപോലെ ബെറ്റർ ടെക്നോളജി, ഈ ഒരു മത്സരം ഇന്ത്യൻ വിപണിയിൽ ഉണ്ടാവുന്നതിന് ഈ ഒരു ട്രേഡ് ഡീൽ തീർച്ചയായിട്ടും ആ നിലയ്ക്കും കാരണമാകും. അതിനു പുറമെ സമ്പന്നർ ഏറ്റവും അധികമുള്ള കോണ്ടിനെന്റ് ആണ് യൂറോപ്പ്. അമേരിക്കയിൽ ഉള്ളതിനേക്കാളും എത്രയോ സമ്പന്നർ, അതിന്റെ ഇരട്ടിക്കടുത്ത് സമ്പന്നർ ഒരുപക്ഷെ യൂറോപ്പിലുണ്ടാവും. അവരുടെ ആളോഹരി വരുമാനവും ഓൾമോസ്റ്റ് രാജ്യങ്ങളും അമേരിക്കയുടെ ആളോഹരി വരുമാനത്തെക്കാൾ കൂടുതലുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട് യൂറോപ്പിൽ. സാമാന്യം നല്ല പർച്ചേസ് പവറുള്ള യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു സൗഹൃദം ഇന്ത്യയിലെ ബിസിനസ്സുകാർക്ക്, കയറ്റുമതി എക്സ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അതോടൊപ്പം തന്നെ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്കും അത് വളരെ ഗുണം ചെയ്യും. യൂറോപ്പിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് വരുന്നതിനും ഇത് സഹായകരമാകും. ഇവിടെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, ചൈന ഇങ്ങനെയുള്ള പോപ്പുലേഷൻ കൂടുതലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യക്കും ഒരേ ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടായിരുന്നത്. യൂറോപ്പുമായിട്ടൊരു ട്രേഡ് ഡീൽ ഉണ്ടാക്കാനായിട്ട് വികസ്വര രാജ്യങ്ങൾക്കെല്ലാം ഏതാണ്ട് ഒരേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യ അവിടെ ആദ്യ ഗോൾ അടിച്ചുകൊണ്ട് നമ്മൾ ആ അഡ്വാൻറ്റേജ് മാക്സിമം എടുക്കാൻ പോവാണ്. അതായത് പാകിസ്ഥാനും യൂറോപ്യൻ യൂണിയനും തമ്മിലൊരു ട്രേഡ് ഡീൽ അടുത്തൊരു 10 വർഷത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. 10 വർഷം കൊണ്ട് പാകിസ്ഥാനിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ബംഗ്ലാദേശുമായിട്ടും നിലവിൽ ഒരു സാധ്യതയും കാണുന്നില്ല. ചൈനയുമായിട്ട് സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അപ്പോഴും ചൈനയുടെ പോളിസികൾ പലപ്പോഴും യൂറോപ്പിന് എതിരായതുകൊണ്ടും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഒക്കെ യൂറോപ്പിന് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടും അമേരിക്കയെ പൂർണ്ണമായി പിണക്കിയിട്ട് യൂറോപ്പ് ഒരിക്കലും നിൽക്കാൻ ആഗ്രഹിക്കും എന്ന് കരുതുന്നില്ല. അതൊക്കെ കൊണ്ട് ചൈനയുമായിട്ടൊരു ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വിദൂരമാണ്. തള്ളിക്കളയാൻ പറ്റില്ല, ആയിക്കൂടാന്നൊന്നുമില്ല, ബട്ട് വളരെ വിദൂര സാധ്യതയുള്ളൂ. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊന്നും ഒരു പോസിബിലിറ്റിയും ഇല്ല. അപ്പോൾ പോപ്പുലേഷൻ കൂടുതലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാണ് ഇന്നൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്. യൂറോപ്പുമായിട്ടുള്ള ഈ സൗഹൃദം ഇന്ത്യക്ക് ടെക്നോളജി രംഗത്തും ഡിഫൻസ് രംഗത്തും എക്കണോമി പരമായിട്ടും ഒരുപോലെ ഗുണം ചെയ്യും. കാരണം യൂറോപ്പിൽ യങ്സ്റ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ യൂറോപ്യൻസിന് ഇന്ത്യയെ ആവശ്യമുണ്ട്, ഇപ്പോൾ ഇന്ത്യക്കാരെ ആവശ്യമുണ്ട്. കാരണം അവിടെ കുറച്ച് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ പോപ്പുലേഷൻ ഗണ്യമായിട്ട് ഇനിയും കുറയും. ഇന്ന് യൂറോപ്പിലെ യങ്ങായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വൃദ്ധരാവാൻ പോവുകയാണ് 10-20 വർഷം കഴിയുമ്പോൾ.
പുതിയ ജനറേഷൻ ഉണ്ടാവുന്നത് അവിടെ വളരെ സ്ലോ ആണ്. അപ്പോൾ ജപ്പാനൊക്കെ ഫേസ് ചെയ്യുന്ന സെയിം ഇഷ്യൂ യൂറോപ്പ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ യൂറോപ്പ് മുഴുവൻ വൃദ്ധരാണ് എന്നുള്ള അഭിപ്രായമൊന്നും അല്ല ഞാൻ പറയുന്നത്. താരതമ്യേന കുറവാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യക്കാർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി യൂറോപ്പിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഈ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിനും പരസ്പരം വ്യാപാരം ശക്തമാക്കുന്നതിനും ഒക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. സോ ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. യൂറോപ്പിനും ഇത് മറ്റൊരു അവസരം തന്നെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഈ സഹകരണം എന്നതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും ഡിഫൻസ് രംഗത്ത് ഉൾപ്പെടെ നാളെ യൂറോപ്യൻ യൂണിയന് വേണ്ട ആയുധങ്ങൾ അടക്കം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചാലും ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതൊക്കെ സംഭവിക്കും. ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഡിഫൻസ് പാർട്സ് യൂറോപ്പ് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട പല ആയുധങ്ങളും മാനുഫാക്ചർ ചെയ്യുന്നത് പോലും ഇന്ത്യയിലായിരിക്കും. ആ നിലയിലേക്ക് മാറാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. സോ ഇതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഒരു 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 എന്താ മിഡിൽ പവറുമല്ല, അതിനും മുകളിൽ ഒരു ഗ്രേറ്റ് പവർ ആണ് എന്ന് യൂറോപ്പിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ത്യക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ശരിയാണ്, ഇന്ത്യക്ക് ദാരിദ്ര്യത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന വൃത്തിയില്ലായ്മയുടെയും ചേരികളുടെയും ഒക്കെ ഒരു മുഖമുണ്ട്. ഇതാണ് എപ്പോഴും യൂറോപ്പ് കണ്ടിട്ടുള്ളത്. ബട്ട് ഇന്ത്യക്ക് അതിനു പുറമെ മറ്റൊരു മുഖം കൂടിയുണ്ട്. ഒരു വികസിത ഭാരതത്തിന്റെ മുഖം, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സൈനിക ശക്തിയുടെ മുഖം, അതിവേഗത്തിൽ വളരുന്ന ഒരു എക്കണോമിക് പവറിന്റെ മുഖം, അതുപോലെ തന്നെ ടെക്നോളജി രംഗത്ത് യൂറോപ്പിന് പോലും കഴിയാത്തത് നേടിയിട്ടുള്ള ഒരു ചരിത്രം. ഇങ്ങനെ നമ്മുടെ മറ്റു പല പ്രത്യേകതകളും മറ്റു പല വശങ്ങളും കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.